നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മഷ്റൂം കട്ട്ലറ്റ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ചൂടായ പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, സവാള എന്നിവ ചേർത്ത് നന്നായി വഴറ്റിയെടുക്കാം. സവാള പെട്ടെന്ന് വഴറ്റി കിട്ടാനായി അല്പം ഉപ്പ് ചേർക്കാം. സവാള വഴറ്റി കഴിയുമ്പോൾ പൊടികൾ ചേർക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/4 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാല എന്നിവ ചേർത്ത് നന്നായി വഴറ്റാം. പൊടികളുടെ പച്ചമണം മാറുമ്പോൾ അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഏകദേശം 150 ഗ്രാം മഷ്റൂം ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് അല്പം ഉപ്പ് ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് 5 മിനിറ്റ് മൂടി വെച്ച് വേവിക്കണം. 5 മിനിറ്റിന് ശേഷം മൂടി തുറന്ന് അതിൻ്റെ ജലാംശം വറ്റിച്ചെടുക്കണം. ശേഷം ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന കറിവേപ്പിലയും മല്ലിയിലയും ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നീട് പുഴുങ്ങി പൊടിച്ച് വെച്ചിരിക്കുന്ന പൊട്ടറ്റോ ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. പൊട്ടറ്റോ നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ബ്രെഡ് ക്രംസും കൂടെ ആഡ് ചെയ്ത് ജലാംശം വറ്റിച്ചെടുത്ത് ഫ്ലെയിം ഓഫ് ആക്കാം. കട്ട്ലറ്റിൻ്റെ ഈ മിക്സ് തണുക്കാനായി മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഈ സമയം 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ, 1 ടേബിൾ സ്പൂൺ മൈദ, ഉപ്പ് എന്നിവ ചേർത്ത് വെള്ളവും ചേർത്ത് ദോശമാവിൻ്റെ കൺസിസ്റ്റൻസിയിൽ മാറ്റി വയ്ക്കാം. തണുത്ത് കഴിഞ്ഞ മിക്സ് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലേക്ക് മാറ്റിയെടുക്കാം. ഞാനിവിടെ റൗണ്ട് ഷേപ്പാക്കിയാണ് എടുക്കുന്നത്. ഷേപ്പ് ചെയ്തെടുത്ത കട്ട്ലറ്റ് കോൺഫ്ലോർ മിക്സിൽ ഡിപ്പ് ചെയ്ത് ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തെടുക്കണം. അതിനുശേഷം ഇത് ഫ്രൈ ചെയ്തെടുക്കണം. ഫ്രൈ ചെയ്യുന്നതിനായി ഒരു പാൻ അടുപ്പിൽ വെച്ച് ഓയിൽ ഒഴിച്ച് ചൂടാവുമ്പോൾ കട്ട്ലറ്റ് ഓരോന്നായി ഇട്ട് കൊടുക്കാം. കട്ട്ലറ്റിൻ്റെ ഒരു വശം മൂക്കുമ്പോൾ തിരിച്ചിട്ട് കൊടുക്കാം. 2 വശവും ബ്രൗൺ കളർ ആവുമ്പോൾ നമുക്കത് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ മഷ്റൂം കട്ട്ലറ്റ് തയ്യാറായിരിക്കുകയാണ്. എല്ലാവരും ഫീഡ്ബാക്ക് അറിയിക്കുക. തീർച്ചയായും ട്രൈ ചെയ്യുക. ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.